ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കിഷ്കിന്ധാകാന്ഡം അജയൻ്റെ രണ്ടാം മോഷണം. 2 ചിത്രങ്ങൾ ഇറങ്ങി 12 ദിനങ്ങൾ പിന്നിടുന്നു. മൊത്തം 100 കോടിക്ക് മുകളിലേക്ക് ഈ 2 സിനിമകൾ ചേർന്ന് നേടുന്നു എന്നുള്ളൊരു കാര്യം. ഇന്ന് കളക്ഷൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ആദ്യ ദിനങ്ങളിൽ നമുക്ക് അജയൻ്റെ രണ്ടാം മോഷണം, അതായത് ARM എന്ന സിനിമയാണ് ഞെട്ടിച്ചതെങ്കിൽ പിന്നീട് ഞെട്ടിക്കുന്നത് കിഷ്കിന്ധാകാന്ഡം എന്ന ആസിഫ് അലി ചിത്രമായി മാറുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസവും ആ സിനിമയ്ക്ക് കളക്ഷൻ കൂടിക്കൂടി വരുന്നു. അങ്ങനെ കഴിഞ്ഞ 2-3 ദിവസത്തെ കണക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എന്തായാലും ഇവിടെ ടൊവിനോ ഞായർ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എത്ര തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞാലും ചെറിയ ഒരു വേരിയേഷൻ മാത്രം ആയിട്ട് അത് നിൽക്കുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച സിനിമ 9-ാം ദിവസം അജയൻ്റെ രണ്ടാം മോഷണം നേടിയത് 2,12,21,000 മുകളിലായിരുന്നു ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള കണക്കുകൾ. അതേ സമയത്ത് കിഷ്കിന്ധാകാന്ഡത്തിന് ലഭ്യമായത് 2,27,00,000 രൂപയായിരുന്നു എന്നുള്ളതാണ്. അവിടം തൊട്ടാണ് കുതിപ്പ് ഏറ്റവും കൂടുതൽ കൂടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ശനിയാഴ്ച നമുക്ക് 959 ഷോകളാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. അതിൽ 2,78,12,000 മുകളിലുള്ള കളക്ഷനാണ് ട്രാക്കേഴ്സ് മുഖാന്തരമായി വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ 3.25 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള കാര്യം. അന്നേ ദിവസം 1,139 ഷോകൾ, അതായത് ഷോയുടെ കൗണ്ടുകൾ കൂടുന്ന ഒരു പ്രതിഭാസം നമുക്ക് കിഷ്കിന്ധാകാന്ഡത്തിലൂടെ കാണാൻ കഴിഞ്ഞു. 2,96,49,000 മുകളിലുള്ള എമൗണ്ട്, അതായത് അവിടെയും കളക്ഷൻ വർധനവ് തന്നെ 3.25 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരിയ വ്യത്യാസം എന്നല്ല, എന്നാലും ഒരു ചെറിയ 20 ലക്ഷം രൂപയുടെ ഡിഫറൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 11-ാം ദിവസം, അതായത് ഞായറാഴ്ച എത്തിയപ്പോഴത്തേക്ക്, അതായത് ശനി വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ ഓരോ ദിവസമായി കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ കളക്ഷൻ കൂടുന്നു, ഷോകൾ കൂടുന്നു, എന്താണെങ്കിലും ഒക്യുപ്പൻസിയും ഭയങ്കരമായിട്ട് തന്നെയായിരുന്നു നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞായറാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അജയൻ്റെ രണ്ടാം മോഷണം കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ്. അജയൻ്റെ രണ്ടാം മോഷണം 22-ാം തീയതിയായ ഇന്നലെ 973 ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് 3,12,51,000 രൂപയോളമാണ് കളക്ട് ചെയ്യപ്പെട്ടത് എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നേരെ കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാകുന്നു. ഇന്നലെ ഈ സിനിമയ്ക്ക് 1,150 ഷോകളിൽ നിന്ന് ലഭിച്ചത് 3,06,63,000, ഏകദേശം 6 ലക്ഷം രൂപയുടെ കുറവാണ് ഈ സിനിമയ്ക്ക് വന്നത്. അതിൽ ഇടിവാണോ എന്ന് വെച്ചാൽ ഇടിവൊന്നുമല്ല, പക്ഷേ ഒരു കടുത്ത മത്സരം നിൽക്കുമ്പോൾ കോമ്പറ്റീഷനാണ്. ആ ഒരു കോമ്പറ്റീഷനതിൽ നമുക്ക് ആരാധകർക്ക് ഉള്ള കോമ്പറ്റീഷൻ, അല്ലാതെ നടന്മാർക്കോ സിനിമകൾക്ക് തമ്മിലുള്ള അല്ല, ആരാധകർക്ക് തമ്മിലുള്ള ഈ സിനിമയെ 2 രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു കോമ്പറ്റീഷൻ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കിഷ്കിന്ധാകാന്ഡത്തിനെ കടത്തിവെട്ടി ARM മുന്നോട്ട് പോകുന്നു. ഇന്ന് തിങ്കളാഴ്ചത്തെ സ്ഥിതി നേരെ തിരിച്ചു വരുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെയാണ്. എന്തായാലും ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കണക്കുകളൊക്കെ ആയിട്ട് വരാം. എന്തായാലും ഇവിടെ മലയാള സിനിമയിൽ വീണ്ടും അടുത്ത 100 കോടി എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു മാസത്തെ ഒരു വമ്പൻ വിജയം, ഒന്നല്ല 2 വമ്പൻ വിജയങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മാസം വാഴ എന്ന സിനിമയുണ്ടായിരുന്നെങ്കിൽ ഈ മാസം ഈ 2 സിനിമകൾ അരങ്ങ് തകർക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വരെ ആസിഫ് അലി മുന്നിൽ നിന്നെങ്കിൽ ഇന്നലെ അത് ടൊവിനോ തിരിച്ചു പിടിക്കുന്ന ഒരു കാര്യം, ആ റെക്കോർഡ് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് തിങ്കളാഴ്ച ആര് റെക്കോർഡ് തൂക്കും? ഒരുമിക്കുമോ അതോ ടൊവിനോയെ കടത്തി വെട്ടിക്കൊണ്ട് ആസിഫ് അലി മുന്നോട്ട് പോകുമോ എന്നുള്ളത് വൈകുന്നേരത്തോടെ അറിയാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.